എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല മൊരിഞ്ഞ ഉഴുന്നുവട എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന നോക്കാം. ഈ ഒരു ഉഴുന്നുവട എന്ന് പറയുന്നത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ പുറം ഭാഗം നല്ല മുരുമുര എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പുറം ഭാഗം നല്ല മുരുമുര എന്ന് വരില്ല, പക്ഷേ ഈ ഒരു ഉഴുന്നുവട അടിപൊളിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ നേരം കുതിർത്ത് വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡർ ഉള്ളവർക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് മാവ് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗ്രൈൻഡർ ഇല്ല, അതുകൊണ്ട് ചെറിയ മിക്സിയുടെ ജാറിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പം ഒട്ടും വെള്ളമില്ലാതെ ഇത് അരച്ചെടുക്കാനായിട്ട് വലിയ പാടാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ എത്ര വെള്ളം എടുത്തെന്ന് ഞാൻ പറയാം. അപ്പം ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരച്ചരച്ച് വീണ്ടും ആണ് ഞാൻ ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു പകുതി അളവിന് എനിക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ അരച്ചപ്പോൾ 4 ടേബിൾ സ്പൂൺ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നല്ല ഫ്ലഫി ആയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അരച്ച മാവ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 തവണകളായിട്ട് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുമിച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഉഴുന്നുവട നല്ല സോഫ്റ്റായി കിട്ടണമെങ്കിൽ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതുപോലെ ഒരുപാട് വെള്ളം കൂടാനും പാടില്ല. നല്ല കട്ടിയിൽ തന്നെ ഇതുപോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും നമ്മളിതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ അരച്ചപ്പം ഒരുമിച്ച് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം നല്ലതായിട്ട് ഇതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഉഴുന്നുവടയിൽ ഇനി കുറച്ച് സാധനങ്ങളൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മളിത് പുളിക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം. ഈ ഒരു റെസ്റ്റിംഗ് ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല മൊരിഞ്ഞ വട കിട്ടണമെങ്കിൽ നമ്മൾ എത്ര നേരം ഇത് മാറ്റി വെക്കുന്നോ അത്രയും നല്ല മൊരിഞ്ഞ വട നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട നിങ്ങൾക്ക് കിട്ടും. ഞാനിതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടി എന്ന് പറയും, അപ്പക്കാരം എന്നും പറയും. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ വട ഒന്നുകൂടെ നല്ല സോഫ്റ്റും മുരുമുരാന്നും ഇരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നോക്കുക. ഇനിയൊരു വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കായം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കായം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു നുള്ള് മതിയാകും കായം. ഇനി നമ്മൾ ഈ ഒരു കായവും ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കുമ്പോൾ എപ്പോഴും കൈ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ട് വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇത് നല്ല ഫ്ലഫി ആകുന്ന വരെ ഒന്ന് കൈവച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു വട നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ്. പാക്കറ്റിൽ വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി നിങ്ങൾക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതപ്പിച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു വട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു മാവ് നല്ല ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പരുവത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഇത് വൈകിട്ടാണ് വട തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഈ ഒരു മാവ് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെയാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രിയിൽ തന്നെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 4 മുതൽ 5 മണിക്കൂർ വരെ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള വട നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളത് മാറ്റി വെക്കാം. 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ആ ഒരു അത്രയും ക്രിസ്പിനെസ് ഇതിന് കിട്ടില്ല. ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉള്ളിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ആദ്യമേ ചേർത്ത് കൊടുത്താൽ മാവ് ഒരുപാട് ലൂസായി പോകും. അപ്പം ഞാനിവിടെ ഒരു
ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക്. പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു വട കഴിക്കുമ്പോൾ അതിനകത്ത് ഇടയ്ക്ക് കുരുമുളക് അടിക്കുന്ന ഇഷ്ടമല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ മല്ലിയിലയും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വടയുടെ ആ ഒരു ക്രിസ്പിനെസ് ഞങ്ങൾ കഴിക്കുന്നത് ബാംഗ്ലൂരിലെ A to B എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ആനന്ദഭവനം. അപ്പോൾ അവിടുത്തെ ഉഴുന്നുവട ഒരു സ്പെഷ്യൽ ഉഴുന്നുവടയാണ്, നല്ല ക്രിസ്പിയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വട നമ്മുടെ നാട്ടിൽ നിന്നും കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ്, അതിൻ്റെ മൊരുമൊരാന്നിരിക്കും അതിൻ്റെ പുറം ഭാഗം. അപ്പോൾ ആ ഒരു വട കഴിച്ചപ്പോൾ തൊട്ട് നമുക്ക് അതുപോലെ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയാണ്. ഇതിന് മുൻപ് നമ്മളൊരു വട ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഇതുപോലെ മൊരുമൊരാന്ന് വരില്ല, പക്ഷേ സോഫ്റ്റാണ്. പക്ഷേ ഇത് അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അത് ഓപ്ഷണലാണ്. നമ്മൾ ഒരുപാട് വെള്ളം ചേർത്താലാണ് ലൂസാകുക. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വറക്കാനായിട്ട് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എടുക്കാവുന്നതാണ്. അപ്പോൾ വടയുടെ ഷേപ്പിൽ ഇതുപോലെ കയ്യിൽ ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വേർപെടുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ കയ്യിൽ നമ്മൾ കുറച്ച് വെള്ളം തടവിയിട്ട് വേണം ഈ ഒരു വട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് കയ്യിൽ പാടാണെന്നുണ്ടെങ്കിൽ വാഴയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തീ ഒരുപാട് കൂട്ടിയിടരുത്, ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ വേണ്ടത്. ഒരുപാട് കൂട്ടിയിടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോവും. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗമൊന്നും വേവില്ല. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇട്ട ഉടനെ നിങ്ങളത് തിരിച്ചിടരുത്, കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിടുക. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ്, ഇതിൻ്റെ പുറം ഭാഗം. അതുപോലെ അകം നല്ല സോഫ്റ്റുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ചെറു തീയിലിട്ട് രണ്ട് സൈഡും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. ഇത് ചൂടോടെ തന്നെ കഴിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ചൂട് ആറിയാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതിൻ്റെ പുറം ഇരിക്കും. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവടകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. അപ്പോൾ ഈ ഉഴുന്നുവടയുടെ കൂടെ നമുക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാം, വെള്ളച്ചമ്മന്തി. അപ്പോൾ ചമ്മന്തിയുടെ റെസിപ്പി ഒരുപാട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പഴയ ഉഴുന്നുവടയിലും ഒരു ചമ്മന്തിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ്. നിങ്ങൾ സൗണ്ട് ആദ്യം നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേട്ടതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു 12 ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഉഴുന്നുവടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ചായക്കട പലഹാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വൈറലായ ഒന്നാണ് നമ്മുടെ വെട്ട് കേക്ക്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള വെട്ട് കേക്ക്. അപ്പോൾ ഇത് എൻ്റെ തന്നെ ഒരു റെസിപ്പിയാണ്, ഒരു പ്രത്യേക കൂട്ടാണ് ഇതിനുള്ളത്. അതുപോലെ നമ്മൾ ബോണ്ട കേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വെട്ട് കേക്കിൻ്റെയും ബോണ്ടയുടെയും കൂടി ഒരു കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ പാൽ കേക്ക്, ഇത് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി കേക്കാണ്. അതുപോലെ പരിപ്പുവട ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിപ്പുവട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിനടുത്തുള്ള ഒരു ആൻറ്റി ചെയ്യുന്നൊരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുള്ള പരിപ്പുവടയാണ്. അതുപോലെ സുഗിയൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്കാപ്പം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലോട്ട് ഏത്തക്കാപ്പം എന്നാണ് ഈ ഒരു പഴംപൊരിക്ക് പറയുന്നത്. അതും അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ നെയ്യപ്പം ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം. പിന്നെ നമ്മുടെ കായംകുളം കൊല്ലം ആ സൈഡിലോട്ട് കിട്ടുന്നൊരു പലഹാരമാണ് അൽബൂരി. അപ്പോൾ ഇത് അതിരസത്തിൻ്റെ മറ്റൊരു വേർഷനാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഡോനറ്റ് പോലെ ഇരിക്കും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്ക കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം തന്നെ ഒരുപാട് രീതിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കണം. അതുപോലെ നാടൻ സ്റ്റൈലിലുള്ള എൻ്റെ അമ്മ ഉണ്ടാക്കിയ അച്ചപ്പം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അതുപോലെ ശർക്കര ചേർക്കാതെ പഞ്ചസാര കൊണ്ടിട്ടുള്ള അടിപൊളി അവലൂസുണ്ട.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത തവണ വട ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്